ഗുഡ് മോർണിംഗ് ക്ലാസ്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട് ഈ ചാപ്റ്ററിൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ എ ബോഡി ഹാവ് സീറോ വെലോസിറ്റി ആൻഡ് നോൺ സീറോ ആക്സിലറേഷൻ? ഒരു ബോഡിക്ക് വെലോസിറ്റി സീറോയും ആക്സിലറേഷൻ നോൺ സീറോയും ആവുമോ എന്ന് വെച്ചാൽ വെലോസിറ്റിയുടെ വാല്യൂ സീറോയും അത് പക്ഷേ ഒരു ആക്സിലറേഷൻ വാല്യൂ ഉണ്ടാവുമോ എന്ന് ചോദ്യം. ഉണ്ടാകും. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബോഡിയെ നമ്മൾ മുകളിലോട്ട് ത്രോൺ ചെയ്യാമെന്ന് വിചാരിക്കുക, മുകളിലോട്ട് എറിയുകയാണെന്ന് വിചാരിക്കുക. എറിയുമ്പോൾ മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എത്രയും സീറോ ആവും അല്ലേ. അപ്പോൾ നമുക്ക് പറയാം മാക്സിമം ഹൈറ്റിൽ ബോഡിയുടെ വെലോസിറ്റി എത്രയാണ്, സീറോ ആണ്. പക്ഷേ അതിനൊരു ആക്സിലറേഷൻ ഉണ്ട്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണ്, 9.8 m/s². അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. യെസ്, അറ്റ് മാക്സിമം ഹൈറ്റ് വെലോസിറ്റി ഈസ് സീറോ ബട്ട് ആക്സിലറേഷൻ ഈസ് 9.8 m/s². ആക്സിലറേഷൻ ഈസ് എന്നാണ്, ഓസ് എന്നല്ല. ഓക്കെ, അടുത്ത ചോദ്യം, ക്യാൻ ദ സ്പീഡ് ഓഫ് എ ബോഡി ഈസ് നെഗറ്റീവ്? ഒരു ബോഡിയുടെ സ്പീഡ് നെഗറ്റീവ് ആവുമോ എന്നാണ് ചോദ്യം ചോദിച്ചേക്കുന്നത്. ഒരിക്കലുമില്ല. കാരണം സ്പീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. സ്കെയിലാർസിന് അപ്പോൾ നമ്മൾ നെഗറ്റീവ് സൈൻ കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ സ്പീഡ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. പക്ഷേ വെലോസിറ്റി നെഗറ്റീവ് ആവാം, ആക്സിലറേഷൻ നെഗറ്റീവ് ആവാം. ഓക്കെ, സ്പീഡോ ഡിസ്റ്റൻസോ ഒന്നും നെഗറ്റീവ് ആവില്ല. അടുത്ത, ക്യാൻ എ ബോഡി ഇൻ വൺ ഡയമെൻഷണൽ മോഷൻ ഹാസ് സീറോ സ്പീഡ് ആൻഡ് നോൺ സീറോ വെലോസിറ്റി? ഇനി ചോദ്യം ഇത്രയേ ഉള്ളൂ, ഒരു ബോഡിയുടെ സ്പീഡ് സീറോയും അതിൻ്റെ വെലോസിറ്റി നോൺ സീറോയും ആവുമെന്ന്. ആവാം. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ, സ്പീഡ് പ്ലസ് ഡയറക്ഷനാണ്. ഇതിൽ സ്പീഡ് സീറോ ആണെങ്കിൽ പോലും ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, വെലോസിറ്റി ഉണ്ടെന്ന് പറയാം. ഓക്കെ, അതാണ് ആൻസർ വരിക. അടുത്ത ചോദ്യം, ക്യാൻ എ ബോഡി ഹാവ് കോൺസ്റ്റൻറ്റ് എന്നാണ്. ബോഡി ഹാവ് കോൺസ്റ്റൻറ്റ് സ്പീഡ് ആൻഡ് വേരിയിങ് വെലോസിറ്റി? ക്യാൻ എ ബോഡി ഹാവ് കോൺസ്റ്റൻറ്റ് സ്പീഡ് ആൻഡ് വേരിയിങ് വെലോസിറ്റി? സ്പീഡ് കോൺസ്റ്റൻ്റ് ആവണം, പക്ഷേ വെലോസിറ്റി വേരി ചെയ്യണം. അങ്ങനെ സംഭവിക്കുമോ എന്ന്? സംഭവിക്കും. എന്തുകൊണ്ട്? അവിടെയും ഈ റീസൺ തന്നെ എഴുതാം. വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, സ്പീഡ് പ്ലസ് ഡയറക്ഷനാണ്. സ്പീഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പോലും ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് സാധിക്കും, വെലോസിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മൾ സർക്കുലർ മോഷൻ പഠിച്ചപ്പോൾ, യൂണിഫോം സർക്കുലർ മോഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറയുകയുണ്ടായി സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ ഡയറക്ഷൻ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓരോ പോയിൻറ്റിലും ഡയറക്ഷൻ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഡയറക്ഷൻ എങ്ങനെയാണ് ഓരോ പോയിൻറ്റിലും, ടാൻജൻഷ്യലാണെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ആ എക്സാമ്പിളായിട്ട് എഴുതാം. ഒരു വർഷം ചോദിച്ചിട്ടുണ്ട് എക്സാമ്പിൾ എഴുതാൻ. അടുത്ത ചോദ്യം, ക്യാൻ എ ബോഡി ഹാവ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ബട്ട് വേരിയിങ് സ്പീഡ്? ഒരു ബോഡിക്ക് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി പക്ഷേ സ്പീഡ് വേരി ചെയ്യണം പറ്റുമെന്ന്? അതൊരിക്കലും സാധിക്കില്ല. നമുക്ക് സ്പീഡ് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് വെലോസിറ്റി വേരി ചെയ്യാൻ പറ്റും, പക്ഷേ നേരെ തിരിച്ച് നമുക്കൊരിക്കലും പോസിബിൾ ഇല്ല. അടുത്ത, ക്യാൻ എ ഒബ്ജക്റ്റ് ബി ആക്സിലറേറ്റഡ് വിത്തൗട്ട് സ്പീഡ് അപ്പ് ഓർ സ്ലോയിങ് ഡൗൺ? ഒരു ബോഡിയെ നമുക്ക് ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന്? സ്പീഡ് കൂട്ടുകയോ അല്ലെങ്കിൽ സ്പീഡ് കുറയ്ക്കുകയോ ചെയ്യാതെ നമുക്ക് ഒരു ബോഡിയെ ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. എങ്ങനെയാണ്? ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ മതി. ഒരു ബോഡിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആക്സിലറേറ്റ് ചെയ്യും. അവിടെ സ്പീഡ് കൂട്ടണോ കുറയ്ക്കണോ എന്നൊന്നും ആവശ്യമില്ല. അടുത്ത ചോദ്യമല്ല, ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നേക്കണതാണ്. എന്താണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ? അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇനി, ക്യാൻ എ പാർട്ടിക്കിൾ വിത്ത് സീറോ ആക്സിലറേഷൻ സ്പീഡ് അപ്പ്? ഒരു ബോഡിയുടെ ആക്സിലറേഷൻ സീറോ ആണെങ്കിൽ അതിനെ സ്പീഡ് അപ്പ് ചെയ്യാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. ഒരിക്കലുമില്ല. കാരണം ആക്സിലറേഷൻ സീറോ ആണെന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നമുക്കറിയാം ആക്സിലറേഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താ, v-u/t. എന്നുവെച്ചാൽ ഫൈനൽ വെലോസിറ്റിയിൽ നിന്ന് ഇനീഷ്യൽ വെലോസിറ്റി കുറയ്ക്കിച്ച് അതിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആക്സിലറേഷൻ കിട്ടുക അല്ലേ. അപ്പോൾ അത് സീറോ എന്ന് പറയുമ്പോൾ, ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ എന്ന് പറയുമ്പോൾ ആ വെലോസിറ്റി എത്രയാവണം, സെയിം ആവണം. അല്ലെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ മാത്രമേ ആക്സിലറേഷൻ സീറോ ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ വെലോസിറ്റി സെയിം ആണെങ്കിൽ സ്പീഡപ്പാന്ന് പറയാൻ പറ്റില്ല, സ്പീഡ് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല, സ്പീഡ് കൂട്ടുകയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതാണ് ആൻസർ വരിക, നോ. Because zero acceleration means velocity is constant. For velocity to be constant speed and direction must be constant. Last question, is the direction of velocity and acceleration is same?
ആക്സിലറേഷൻ്റെയും വെലോസിറ്റിയുടെയും ഡയറക്ഷൻ സെയിം ആവണം എന്നുണ്ടോ എന്നാണ് ചോദ്യം. ഒരിക്കലും ഇല്ല. കാരണം നമ്മളിപ്പോൾ ഒരു സർക്കുലാർ മോഷൻ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ പോയിന്റിൽ വെലോസിറ്റിയും ആക്സിലറേഷനും കാണുവാണെങ്കിൽ വെലോസിറ്റി നമുക്കറിയാം ടാൻജൻഷ്യൽ ആയിരിക്കും, പക്ഷേ ആക്സിലറേഷൻ എങ്ങനെയായിരിക്കും? ടുവേർഡ്സ് ദ സെൻറ്റർ ആയിരിക്കും അല്ലേ, സെൻട്രിപ്പെറ്റൽ ആക്സിലറേഷൻ ആയിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഡ്രോ ദ സ്പീഡ് ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ത്രോൺ അപ്പ് വെർട്ടിക്കലി. ഒരു ബോഡിയെ നമ്മൾ മുകളിലോട്ട് എറിയുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ എന്ത് ഗ്രാഫ് വരയ്ക്കാനാണ് ചോദിച്ചേക്കുന്നത്? സ്പീഡ് ടൈം ഗ്രാഫ്. നമുക്ക് വരച്ച് നോക്കാം എങ്ങനെ വരയ്ക്കണേന്ന്. സ്പീഡ് ഇവിടെ മാർക്ക് ചെയ്യുക, ടൈം ഇവിടെ മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഗ്രാഫിൻ്റെ ഷേപ്പ് ശ്രദ്ധിക്കുക. അത് നമ്മൾ മുകളിലോട്ട് എറിയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി നമ്മൾ എറിയുമ്പോൾ ഏറ്റവും മാക്സിമം വെലോസിറ്റി ആയിരിക്കും, പക്ഷെ മുകളിലോട്ട് പോകുന്തോറും വെലോസിറ്റി കുറഞ്ഞു വരും അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ അതിനെ പ്ലോട്ട് ചെയ്യാം. ആദ്യം എറിയുമ്പോൾ മാക്സിമം വെലോസിറ്റി, അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഏറ്റവും മുകളിലെത്തുമ്പോൾ വെലോസിറ്റി 0 ആവും. പിന്നെ എന്ത് ചെയ്യും? താഴത്തോട്ട് വരുന്തോറും വെലോസിറ്റി കൂടി വരും അല്ലേ. അപ്പോൾ അതിനെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഗ്രാഫിൻ്റെ ഷേപ്പ്. സ്പീഡ് ടൈം ഗ്രാഫാണ് ചോദിക്കുന്നതെങ്കിൽ. ഇനി ചിലപ്പോൾ ചോദിക്കാറുണ്ട് വെലോസിറ്റി ടൈം ഗ്രാഫ്. ഈ കേസിൽ തന്നെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു മാറ്റം വരുത്തണം. കാരണം വെലോസിറ്റി എന്ന് പറയുന്ന ഒരു സ്കെയിൽ വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അപ്പോൾ ഡയറക്ഷൻ കൂടി വരുന്നുണ്ട്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫാണ് വരയ്ക്കാൻ പറയുന്നതെങ്കിൽ ഗ്രാഫിൻ്റെ ഷേപ്പ് ഇങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഇങ്ങനെ വരച്ചോളണം. ഇതായിരിക്കും ആ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. വെലോസിറ്റി ടൈം ഗ്രാഫ് സെയിം കണ്ടീഷൻ തന്നെ. ഒരു ബോഡി മുകളിലോട്ട് എറിയണോ താഴെ വീഴുന്ന വരെയുള്ള ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഡ് ടൈം ഗ്രാഫ് ആണെങ്കിൽ വി ഷേപ്ഡ് ഗ്രാഫും വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിൽ ഇങ്ങനെയും കൂടി പ്ലോട്ട് ചെയ്തോളണം. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞു തന്നത്. ക്വസ്റ്റ്യൻസ് എല്ലാവരും നോട്ട്ബുക്കിലേക്ക് കോപ്പി ചെയ്യുക, അത് പഠിക്കുകയും ചെയ്യുക. എക്സാമിന് ഇതിൽ നിന്ന് ചില 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ താങ്ക് യു.